ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വസ്ഥ ഫുഡ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചമ്മന്തി പൊടിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചോറിന്, ദോശയ്ക്ക്, ഇഡ്ലിക്കൊക്കെ ഈ ചമ്മന്തിപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു പാൻ ഗ്യാസ് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തിലോട്ട് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കും. ഇനി ഇതിൻ്റെ അകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 ചെറിയുള്ളി അരിഞ്ഞത്. ഇനി ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊരു 3 തണ്ട് കറിവേപ്പിലയുണ്ട്. ഇനി തേങ്ങ നല്ലോണം വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കാം. കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. തേങ്ങ ചിരകുമ്പം വളരെ ചെറുതായിട്ട് തന്നെ ചിരകിയെടുക്കുക. അതുപോലെ തന്നെ എളുപ്പം തേങ്ങ എടുക്കരുത്, കുറച്ച് മൂത്ത തേങ്ങ ഉണ്ടല്ലോ അതെടുക്കണേ. ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം. നിങ്ങൾക്ക് കാണാൻ തേങ്ങ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി ആകാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇവിടെ തേങ്ങ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ട്. ഇത്രയും മൂത്താൽ മതി. ഇനി ഇത്ര മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 2.25 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടാക്കുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങ ഒരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തിലോട്ട് സാമ്പാറിനൊക്കെ ഇടുന്ന പുളിയില്ല അതിട്ട് കൊടുക്കാം. ഇനി ഒരു 2.5 ടീസ്പൂൺ ഉപ്പ്. ഇത് പൾസ് ബട്ടൺ പ്രസ് ചെയ്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. 3 പ്രാവശ്യം പൾസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇവിടെ ചമ്മന്തിപ്പൊടി റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഇവിടെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറവാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഉപ്പും പുളിയും എല്ലാം കറക്റ്റിന് വന്നിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഇതൊരു ഡബ്ബയിലിട്ടിട്ട് അടച്ചു വെക്കാം. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരു ബോട്ടിലിട്ടിട്ട് അടച്ചു വെക്കാവുന്നതാണ്. താങ്ക് യു.